ഞാൻ ഒരിക്കൽ കൂടി ശ്രീ പത്മനാഭനിലേക്ക് പോകുന്നു. ശ്രീ പത്മനാഭൻ, നമുക്ക് ഓർമ്മയുണ്ടല്ലോ, കേരള സർവകലാശാലയിലെ സെനറ്റിലേക്ക് വിദ്യാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്ത ഈ ചാൻസലർ നടപടി ഹൈക്കോടതി തൂക്കിയെടുത്ത് തോട്ടിലെറിഞ്ഞില്ലേ? ആ വിദ്യാർത്ഥികൾക്ക് പകരം യോഗ്യതയുള്ളവരെ തീരുമാനിക്കണമെന്ന നിലയിലേക്ക് എത്തിയില്ലേ? അവിടെയും ചാൻസലർ എന്ന നിലയിൽ തിരിച്ചടി നേരിട്ടില്ലേ? കണ്ണൂരിൽ തന്നെ മറ്റൊരു അധ്യാപികയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഈ ചാൻസലർക്ക് തിരിച്ചടി നേരിട്ടില്ലേ? അതുകൊണ്ട് എൻ്റെ ചോദ്യം ഇതാണ്, സർക്കാർ കൊടുക്കുന്ന പാനലിൽ നിന്ന് ആ പാനലിലെ വിദഗ്ധരായവരെ നിയമിക്കാം എന്ന് ഹൈക്കോടതി ഉത്തരവ് വരുമ്പോൾ താൽക്കാലിക VC നിയമനത്തിന് സർക്കാരുമായി പോർമുഖം തുറക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? അതിൻ്റെ സതുദ്ദേശം എന്താണ്? അതിനി മനസ്സിലാവുന്നില്ല. അതിൽ CPM പറയുന്നത് ദുരുദ്ദേശമാണെന്നാണ്. VP ശ്രീ പത്മനാഭൻ. അല്ല, ഇതിന് വിഷയം എന്താ അറിയോ, ഓരോ സംഭവങ്ങളും ഓരോന്നായി കാണണം. ഇപ്പോൾ കേരള സർവകലാശാലയിലേക്ക് അവിടെ സെനറ്റിലേക്ക് നിയമിച്ച 1-2 ആളെ യോഗ്യതയുടെ പേരിൽ മാറ്റി. അതേസമയത്ത് കോഴിക്കോട് സർവകലാശാലയിൽ അദ്ദേഹം നിയമിച്ച ആളുകൾ ഇപ്പോഴും തുടരുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. എന്നെ നിയമിച്ചു, താങ്കളെ നിയമിച്ചു. താങ്കൾക്ക് യോഗ്യതയുണ്ട്, എനിക്ക് യോഗ്യതയില്ല. എൻ്റെ നിയമനം റദ്ദായിപ്പോയി, താങ്കളുടെ നിയമനം റദ്ദാവുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അങ്ങോട്ട് ചെയ്തൊക്കെ തെറ്റാണെന്നാണോ? അങ്ങനെയൊന്നും വാശി പിടിച്ചിട്ട് കാര്യമില്ല. ഇവിടെ ഒരു പ്രശ്നം എന്താ അറിയുമോ, സുപ്രീം കോടതിൻ്റെ ഒരു കൃത്യമായ വിധിയുണ്ട്. ഈവൺ ഇഫ് ഇറ്റ് ഈസ് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ, ദി സെൻട്രൽ ലോ വിൽ സ്റ്റാൻഡ്. കാരണം ഇത് കൺകറൻറ്റ് ലിസ്റ്റാണ്, ഇത് സ്റ്റേറ്റ് ലിസ്റ്റ് അല്ല, സെൻട്രൽ ലിസ്റ്റും അല്ല. കൺകറൻറ്റ് ലിസ്റ്റിലെ വിഷയത്തിൽ കേന്ദ്ര നിയമവും സംസ്ഥാന സർക്കാർ നിയമവും തമ്മിൽ കോൺഫ്ലിക്റ്റ് വന്നാൽ കേന്ദ്ര നിയമമാണ് നിൽക്കുക. അത് സബോർഡിനേറ്റ് രജിസ്ട്രേഷൻ ആണെങ്കിൽ കൂടി. ഇപ്പോൾ UGC ചില ചട്ടങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്, അതനുസരിച്ച് ഗവർണർക്ക് അധികാരമുണ്ട്. ഇനി അതല്ല, സംസ്ഥാന സർക്കാരിൻ്റെ നിയമമാണ് അവിടെ നിലനിൽക്കുന്ന സംസ്ഥാന സർക്കാരിന് വാദമുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ അതുമായി കോടതി പോയല്ലോ, ഇനി അവിടെ തീരുമാനിക്കട്ടെ. പിന്നെ താങ്കൾ നേരത്തെ പറഞ്ഞു ഹൈക്കോടതി വിധിയുണ്ട് പാനൽ കൊടുക്കാമെന്ന്. അതിലൊന്നും തർക്കമില്ല. ആ പാനൽ അനുസരിക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അവിടെയാണ് എൻ്റെ വിഷയം. ഞാനതിപ്പോൾ വിളിച്ചു ചോദിച്ചു, ആ കേസുമായി ബന്ധപ്പെട്ട അഭിഭാഷകനെ വാട്സപ്പ് മെസ്സേജ് ചെയ്തു. അങ്ങനെ ഒരു ഉത്തരവുണ്ടോ? ഇല്ല, അങ്ങനെ ഉത്തരവില്ല. കൊടുക്കാം, അത് വേണമെങ്കിൽ പരിഗണിക്കാം. കാരണം ഇതിവിടെ ഭരണഘടനയൊന്നും ഇൻവോൾവ് അല്ല. വെറുതെ ഭരണഘടനയൊന്നും വലിച്ചു കൊണ്ടുവരണ്ട. കാരണം ഇത് ഗവർണറല്ല ഡിസിഷൻ എടുക്കുന്നത്, ചാൻസലറാണ്. ചാൻസലർ പദവി ഭരണഘടനാ പദവിയൊന്നുമല്ല. ചാൻസലർ എന്ന നിലയിൽ എടുക്കുന്ന തീരുമാനമാണ്. അപ്പോൾ ആ തീരുമാനത്തിന് ഭരണഘടനാ പദവി ദുരുപയോഗം ചെയ്തു പറയണ്ട, അതൊന്നും അർത്ഥമില്ല. അപ്പോൾ ഇതിൽ തർക്കങ്ങളുണ്ട്. 2 തരം വിധികൾ സുപ്രീം കോടതിയിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നും വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഏതാണ് നേരത്തെ സംസാരിച്ച മാന്യദേഹം പറഞ്ഞതുപോലെ സുപ്രീം കോടതി വിധിയല്ലേ സ്വീകരിക്കേണ്ടത്? സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ അല്ലേ വലുത്, അതല്ലേ സ്റ്റാൻഡ് ചെയ്യുക. അപ്പോൾ അവിടെ ഇനി തർക്കമുണ്ടോ? തർക്കമുണ്ടെങ്കിൽ കോടതി പോട്ടെ. ഇപ്പോൾ ഗോപിനാഥൻ രവീന്ദ്രൻ്റെ കേസിൽ കുറേ കാര്യങ്ങൾ തീരുമാനമായി. ഇനി ഈ കേസിലും ബാക്കി കാര്യങ്ങൾ സർവകലാശാലയുടെ VC പുനർനിയമനം നൽകിയതും കേരള സർവകലാശാലയുടെ അധിക ചുമതലയിൽ അദ്ദേഹം വീണ്ടും തുടരുന്നതും സർക്കാർ കാര്യമായിട്ട് എതിർത്തില്ല. അപ്പോഴും സർക്കാർ കരുതിയത് സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും കേരള സർക്കാർ നിയമപരമായി ചട്ടപ്രകാരം കൊടുക്കുന്ന പാനലിൽ നിന്ന് ഗവർണർ നിയമനം നടത്തുമെന്നാണ്. അങ്ങനെ വലിയ സംഘർഷത്തിലേക്ക് പോകാൻ സർക്കാർ ആഗ്രഹിക്കാത്ത ഘട്ടത്തിലാണ് ഗവർണർ വീണ്ടും പിന്നിൽ നിന്ന് കുത്തുന്നത്. VP ശ്രീ പത്മനാഭൻ, അതാണ് സർക്കാരിനെ കൂടുതൽ അസ്വസ്ഥരാക്കുന്നതും. അങ്ങനെയൊന്നും അരുണും ഞാനും പറയണ്ട, ഡോക്ടർ അരുണും ഞാനൊന്നും അത് പറയണ്ട. എന്തിനാ പിന്നിന്ന് കുത്തി മുന്നിന്ന് കുത്തി എന്നൊക്കെ പറയുന്നത്? ആരും ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാത്ത ഒരു സാഹചര്യമാണ്. കാരണം ഇതൊരു നിയമപ്രശ്നമാണ്. അവിടെയാണ് ഇതിൻ്റെ വിഷയം, നിയമപ്രശ്നമാണ്. ഇനി കോടതി VC ആകാൻ യോഗ്യരല്ല എന്ന് ഗവർണർ എങ്ങനെയാ കണ്ടെത്തിയത്? ഗവർണർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം സർവകലാശാലയിലെ ഒരു മുതിർന്ന അധ്യാപകനെ പിടിച്ചങ്ങ് VC ആക്കുക, ഇതാണല്ലോ സംഭവിച്ചത്. VP ശ്രീ പത്മനാഭൻ. അല്ല ഞാൻ ചോദിക്കട്ടെ, അവരെ നിയമിക്കണമെന്ന് നിയമമില്ലാന്ന്, ഹൈക്കോടതി വിധിയില്ലാന്ന്, ആ പാനൽ അനുസരിച്ചോളണമെന്ന് വിധിയില്ല, നിയമമില്ല. പിന്നെ അദ്ദേഹം എന്തിനനുസരിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ ആം പ്രൊട്ടക്റ്റഡ് ബൈ ലോ എന്നാണ്. ഞാൻ തിരിച്ചു വരാം. അതിൽ നിയമപ്രശ്നം യഥാർത്ഥത്തിൽ ഗവർണർക്ക് തുണയായതുകൊണ്ടല്ലേ